ഇവരൊക്കെ എന്തൊട്ടി നോക്കണേന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ടവ. സംഭവം ആ വീടിൻ്റെ ഫ്രണ്ടിൽ ചെടിച്ചട്ടികളുടെ ഇടയിൽ ഒരു ചെമ്പ് സാധനം ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെയും വിചാരം അതെന്തോ അരവിഴുങ്ങി എടുക്കുകയാണെന്നാ. പക്ഷേ ഈ സംഭവം ഒരു ട്വിസ്റ്റ് ഉണ്ട് ഈ വീഡിയോയിൽ. അത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മാനങ്ങളിലല്ലേ പതുങ്ങിക്കല്ലേ അത് ഇനി നമ്മൾ ഡിസ്റ്റർബ് ചെയ്താലാണെങ്കിലുള്ളൂ. അല്ല അല്ല അരവിഴിയേണ്ടത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അരവിഴുണ്ടാവും. അത്രയും വരണ്ട. വലയിൽ കുടുങ്ങിണ്ടോ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ നടത്തറ പൂച്ചട്ടിയിലാണ്. പൂച്ചട്ടിയിൽ ഇത് ഫ്ലാറ്റ് അല്ലേ? ഇവിടെ ഫ്ലാറ്റിനോട് ചേർന്നിട്ടൊരു വീടുണ്ട്. ആ വീടിൻ്റെ കാർ പോർച്ചിൽ ഫ്രണ്ടിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, ചട്ടിയുടെ ഇടയിൽ ഇരിക്കുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു മൂർഖനാണ്. ഇപ്പോൾ സമയം ഇപ്പം എത്രയുണ്ട്? സമയം എത്രയായി? 7:30. എപ്പോഴാണ് കണ്ടേ? രാവിലെ ഒരു 6:30 കണ്ടതാണ്. അങ്ങനെ ഒരു പരിചയമുള്ള റേഞ്ച് ഓഫീസർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡെൽറ്റോ സാറിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആൾ എൻ്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിക്കണേ. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഇറങ്ങിയിട്ടില്ല, പനിയും കപ്പം കെട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനിപ്പോൾ ഇന്ന് ആണ് ഇറങ്ങണേ. അപ്പോൾ അത്യാവശ്യം ഒരു കിടിലൻ മുറുക്കം പാമ്പാണ്. നമ്മളെന്തായാലും ബാഗും പൈപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് റെസ്ക്യൂയിലേക്ക് ഇറക്കാം. വലയിൽ കുടുങ്ങിയിട്ടില്ല എന്നാണ് പറയണേ അല്ലേ? കണ്ടിട്ട് വലയിൽ കുടുങ്ങിയ പോലെ ഒരു ഡൗട്ട് ഉണ്ട്. എന്നുകൊണ്ടല്ലോ നോക്കാം. ഇല്ല, കുടുങ്ങിണ്ട്, വലയിൽ കുടുങ്ങിണ്ട്. എനിക്കതൊരു ഡൗട്ട് തോന്നി. അല്ലാതെ ഇത്രയും നേരം അനക്കം കേട്ടതെന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ എനിക്ക് വേറെ വേണമുണ്ട്, വേറെ ടൂളും കൂടെ വേണം. അല്ല, ഇതിൽ ചെറിയ പാമ്പിനോട്ടൊന്നേ. അപ്പോൾ സംഭവം ഈ വല കണ്ടപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചു. അപ്പോൾ വലയിൽ കുടുങ്ങിയിട്ടില്ല, താഴെയാണ് കിടക്കണേന്ന് പറഞ്ഞത്. പക്ഷെ എനിക്കൊരു ഡൗട്ട് തോന്നി, വല ഇങ്ങനെ ചുരുണ്ടെടുക്കണ പോലെ തോന്നി, പൊസിഷൻ എടുക്കണ പോലെ തോന്നി. സംഭവം വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പോകാണ്ട് അനങ്ങാതെ കിടന്നിരുന്നത്. വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെസ്റ്റൈൻ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു മൂർഖനാണ്. എങ്ങനെ എവിടെയാണ് കുടുങ്ങിയാണെന്നൊന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ചട്ടി മാറ്റേണ്ടി വരും. അതിന് പോവില്ല, വലയിൽ കുടുങ്ങിയെടുക്കുക. ഇനി തന്നെ ഇത് മാറ്റാൻ പറ്റില്ലല്ലോ. ഈ ചട്ടി മാറ്റാം. ഇതൊക്കെ അണിയടിച്ചേക്കാണല്ലേ. വേണ്ട, അവിടെ വരണ്ട, ഇവിടെ നിന്ന് ഒരു മാറ്റാം. ഇത് കട്ട് ചെയ്തോട്ടെ. എന്തായാലും വല കട്ടേണ്ടി വരും. അവിടെ തലയെല്ലാം ഒന്ന് കുടുങ്ങിയാണ്. തലയുടെ ഭാഗത്തായിരിക്കും കുടുങ്ങിണ്ടാവുള്ളൂ. അല്ല, തല ഇവിടെ ഉണ്ട്, ഭാഗം തല ഇവിടെ ഉണ്ട്.
ഇതാ ഇതാ പറയുന്നത് വിടാണെങ്കിൽ വിടട്ടെ. അപ്പം എനിക്ക് പണി എളുപ്പമില്ലേ. ഒന്ന് രണ്ട് തിരി തിരിച്ചാലേ വലയിന്ന് ഉരി പോരും. വല ടൈറ്റായിട്ടില്ല. ഒന്ന് രണ്ട് തിരിച്ച് ഉരി പോകുന്നതിന്. അത് ഇതിനുള്ളിൽ സാധനം ഉണ്ടാക്കി. അങ്ങനെ എന്റെ ഹുക്ക് എവിടെ വെച്ചൊന്നും വല്ല ഐഡിയ ഉണ്ടോ? ആ ഓക്കെ, ഒന്നുമില്ല. ബാക്കിൽ നിന്ന് മറിക്കോട്ടോ, ചിലപ്പോ ചാടും. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയില്ലേ? ഓക്കെ, ഇനി ചോദിച്ചോ. ആരാ ചോദിച്ചേ? പാമ്പിന്റെ പ്രായം പറയാൻ പറ്റില്ല. എന്റെ പ്രായം നിങ്ങൾക്ക് പറയാൻ പറ്റൂ? ഒരു ഉദ്ദേശം വേണമെങ്കിൽ പറയാം. അതുപോലെ ഇത് സംഭവം അഡൽട്ടാണ്, വലുതാണ്. കൃത്യം എത്ര പ്രായം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് പാമ്പുകളെ പ്രത്യേകിച്ച് തീരെ പറ്റില്ല. കാരണം അത് ഓരോരുത്തർ ഇപ്പൊ നിങ്ങൾ ചോദിക്കണതിന്റെ കാരണം പലരും ഇങ്ങനെ ചുമ്മാ ഗസ് ചെയ്യുന്നുണ്ട് പ്രായം. അത് ജസ്റ്റ് വെറുതെ ഇതൊരു തള്ളു പറയണതാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് പാമ്പിന്റെ പ്രായം അങ്ങനെ നമുക്ക് നോട്ടത്തിൽ പറയാൻ പറ്റില്ല. മോർഫോളജിക്കലി അവർക്ക് വേറെ എന്താ പറയാ വ്യത്യാസം ഉണ്ടാവില്ല. മുട്ട വിരിഞ്ഞിറങ്ങുന്ന, അപ്പൊ മൂർക്കൻ ഒരു 20, 30, 40 വരെ മുട്ടയിടും. ഈ മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ആ അറ്റ ടൈമിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ തന്നെ പല വലിപ്പമുണ്ടാവും. പിന്നെ ഇവർ ജീവിക്കുന്ന സാഹചര്യം, ഇവരുടെ ഭക്ഷണ ലഭ്യത, ഇതൊക്കെ അനുസരിച്ച് വലിപ്പവും വണ്ണമൊക്കെ മാറും. അപ്പം നമുക്ക് കൃത്യം അങ്ങനെ വലിപ്പം ഒന്നും നോക്കിയിട്ട് പ്രായം പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ പ്രായം മാത്രമല്ല, പാമ്പാണാണോ പെണ്ണാണോ എന്നുള്ളതും പറയാൻ പറ്റില്ല. പക്ഷെ നോർമലി പാമ്പുകളിൽ പെണ്ണുങ്ങൾക്കായിരിക്കും ആണുങ്ങളെക്കാൾ വലിപ്പം കൂടുതൽ, വണ്ണം കൂടുതൽ. കാരണം മുട്ടകൾ വയറ്റിൽ സൂക്ഷിക്കാനുള്ള ഒരു കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വലിപ്പം നോക്കിയിട്ട് ഒരുപക്ഷെ ആണാണോ പെണ്ണാണോ എന്ന് ചെറുതായിട്ടൊന്ന് ഗസ് ചെയ്യാം. എന്നാലും അത് ഗസ് മാത്രമാണ്. കാരണം വെച്ചാൽ ഒരു ആൺപാമ്പ് എത്ര വലിപ്പം വരും എന്ന് നമുക്കറിയില്ല. എന്നാലും നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ സംഭവം വലയിൽ കുടുങ്ങിയെടുക്കുകയായിരുന്നു. ഇവർ കർപ്പോച്ചിലൊരു മൂലയ്ക്ക് ഇരിക്കുകയായിരുന്നു. കാരണം ഇവർക്ക് മനസ്സിലായില്ല വലയിൽ കുടുങ്ങിയെടുക്കും. വല ചട്ടിയുടെ അടിയിലായിരുന്നു. നമ്മൾ സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഈച്ച വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും പ്രശ്നം ഇല്ല. ഈച്ചോടി ഉള്ളതാണല്ലോ, സ്ഥിരം കുഴപ്പമുണ്ടാവില്ല. ബാഗും ഈച്ച പൊതിയുന്നുണ്ട്. ഇല്ല, പരിക്കൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു, സൈനിങ് ഓഫ്.